ചുള്ളിക്കൽ സെന്റ് സിസിലിയൻ ക്ലബിന്റെ 70ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ഫോർട്ട് കൊച്ചി സിറിൽസ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടിക്ക് ക്ലബ് പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് സുനിൽ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. ചുള്ളിക്കൽ സെന്റ് സിസിലിയൻ ക്ലബിന്റെ 70ാം വാർഷിക സമാപനാഘോഷം ഫോർട്ട് കൊച്ചി സിറിൽസ് ഹാളിൽ നടന്നു. ജസ്റ്റിസ് സുനിൽ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആർട്സ് ക്ലബ്ബ് എന്നാണ് പേരെങ്കിൽ പോലും കുറച്ചുകൂടി വ്യത്യസ്തമായ മേഖലകളിലും സെയിൻറ്റ് സിസിലിയൻ ക്ലബ്ബ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഉദാഹരണത്തിന് സാംസ്കാരിക മേഖലകൾ മാത്രമല്ല, സ്പോർട്സിൻ്റെ മേഖലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും നന്നായി പ്രവർത്തിക്കുന്ന, നന്നായി ചെയ്യുന്ന കുട്ടികളെയും യുവാക്കളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സെയിൻറ്റ് സിസിലിയൻ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പോലും കുട്ടികൾ പുറത്തേക്ക് പോയി തുടങ്ങുകയാണ്. ഇപ്പോൾ പണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്ത് അതിനുശേഷം ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന കാലഘട്ടത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കുറച്ചുകൂടി യങ്ങർ ജനറേഷനാണ് പോകുന്നത്. 2.5 ലക്ഷം യുവാക്കളാണ് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത് ഇതുവരെ. സെന്റ് സിസിലിയൻ വനിതാ വിഭാഗം അഡ്വക്കേറ്റ് ജോജി സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഒരു വിമൻസ് വിങ് തുടങ്ങുന്നത് ഈ സിസിലിയൻ ആർട്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. സ്ത്രീകളെ അവരുടെ ഉന്നമനത്തിനായിട്ട് അവരുടെ കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരുന്നത്, സമൂഹത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സ്ത്രീ ശാക്തീകരണം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ക്ലബ് പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സമൂഹത്തിലേക്ക് കുറെ കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളും അതോടൊപ്പം കലാപ്രവർത്തനങ്ങളും കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പരിപാടികളും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മയാണ് കണ്ടത്. ആ കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചത്. ക്ലബ് അംഗം രാജൻ CJ സ്വാഗതം ആശംസിച്ചു. ഫാദർ ഫ്രാൻസിസ് കോതകത്ത്, ജസ്റ്റിൻ PG, ജോയ് റെമോൾ, വനിതാ വിഭാഗം കൺവീനർ ഡോക്ടർ റോസ്മേരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചുള്ളിക്കൽ പള്ളിയിലെ വികാരിയച്ഛനായിരുന്ന മാത്യു കോതകത്തച്ഛൻ ആ പരിസരത്തുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ തൻ്റെ മേടയിൽ വിളിച്ചു കൂട്ടിയിട്ട് തങ്ങളുടെ പാഴിലായി പോകുന്ന കർമ്മശേഷിയെ എങ്ങനെ നാടിനും സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി വിനിയോഗിക്കാം എന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് സംഗീതത്തിന്റെ ദേവതയായ സെയിന്റ് സിസിലിയയുടെ പേരില് ഇത്തരത്തിലുള്ള ഒരു കലാപ്രസ്ഥാനത്തിന് മാത്യു അച്ഛൻ രൂപം കൊടുത്തത്. സെക്രട്ടറി ലിൻസൺ BA നന്ദിയും പ്രകാശിപ്പിച്ചു. പശ്ചിമ കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സംഗീത മത്സരത്തിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മൊമന്റോയും ക്യാഷ് അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. കൂടുതൽ ഹാജർ നേടിയ ക്ലബ് അംഗങ്ങൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. സംഗീത മത്സര വിജയികൾ അവതരിപ്പിച്ച കരോക്കെ ഗാനമേള ആഘോഷങ്ങൾക്ക് നിറമേകി. കലാരംഗങ്ങളിൽ മാത്രമല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന ഈ ക്ലബിന് ഞങ്ങളുടെ സ്ത്രീ വിഭാഗത്തിന്റെ എല്ലാവിധ പിന്തുണകളും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതെ, സ്ലിപ്പേഴ്സിന് വെറും 99 രൂപയുള്ളൂ. അത് മാത്രമല്ല, കോട്ടൺ നൈറ്റിക്കും ടോപ്പിനും വെറും 199 രൂപ. നല്ല വെറൈറ്റി കുർത്തീസിന് വെറും 310 രൂപ. ഇതൊന്നും കൂടാതെ ലെഗിങ്സ്, ഷോർട്സ്, ഇതിലെല്ലാത്തിനും ഓഫർ ഉണ്ട്. ദ സോൾ ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.